ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളെ പരിപാടി എന്താ? വീട്ടിൽ ആരേലും വീട്ടിൽ അങ്ങനെയല്ല. ഇന്ന് കൂട് വിട്ട് കൂട് മാറൽ അങ്ങനെ പറഞ്ഞാല് ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക്, വേണമെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും കുടിലിലേക്ക്, അങ്ങനെയും പറയാം അല്ലേ? വലിയ പെരീന്ന് നമ്മള് ചെറിയ പെരീക്ക് പോവാണ്. എല്ലാരും ചെറിയ പെരീന്ന് വലിയ പെരീക്കല്ലേ പോവാ? നമ്മളെന്നാ പോവാ പുതിയ പെരീക്ക്? പുതിയ പെരീക്ക് പുതിയ പേര് ഉണ്ടാകണ്ടേ? അയക്ക് പോണ്ടേ? അപ്പൊ എന്ന് ഞങ്ങളെ പരിപാടി എന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങൾ നിക്കുന്ന വീട്ടിൽ നിന്നും ഇപ്പൊ തന്നെ വേറൊരു മഹലിലാണ്. അപ്പം 2 മഹലുണ്ട്. അപ്പൊ അടുത്ത മഹലില് ആണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങളെ മഹലിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടി, ചെറുതായൊരു വീട് കിട്ടി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ എന്താ വെച്ചാല് ഇവിടെ സാധനം എന്തൊക്കെ കൊണ്ടിടണം, പിന്നെ കൊണ്ടേക്കണം. അപ്പൊ എല്ലാ സാധനം കൊണ്ടേക്കണം. അത് കുറച്ച് റിസ്ക് ആണ്. നമ്മളത്തെ ഓട്ടോറിക്ഷയാണ്. അപ്പൊ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ നമ്മൾ ട്രിപ്പ് അടിക്കും. അപ്പൊ വീട് എന്ന് വെക്കുമെന്ന് ചോദിച്ചാൽ ഒന്നും ആയിട്ടില്ല ഗൈസ്. അപ്പൊ എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക, പെട്ടെന്നൊക്കെ ഒരു വീടാകട്ടെ അല്ലെ? അപ്പോ പറയാനുള്ളത് എന്താ വെച്ചാല്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റണം. ഇത് 2026 അതിൽ താമസിക്കണം. വീടൊക്കെ നമ്മള് കാണിച്ചു തരാം. പിന്നെ ഈ വീഡിയോ ഞാൻ എന്ന് വരും, എന്ത് വരാനുള്ളത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മള് വീഡിയോ കൊടുക്കുന്ന എല്ലാ ഇതിലും പറഞ്ഞാണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കഴിയണില്ല, കാരണം ഒന്നാമത് നമ്മള് പണി കഴിഞ്ഞ് വരുമ്പോ ഉച്ചക്ക് പണിയിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നെ ഓരോരോ ചുറ്റുപാടുകൾ അങ്ങനെ പോകും. അപ്പൊ അപ്ലോഡ് ചെയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മള് സമയം കണ്ടെത്തി കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പിന്നെ ബെല്ലൈക്കണ് അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അപ്പൊ നമുക്ക് സാധനം കൊണ്ടുപോകാം. ഓക്കെ, കണ്ടമാനം സാധനം ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോകുന്ന അറിയില്ല. അപ്പൊ ആദ്യം ഈ ആൾമറിയത്തെ സാധനം കൊണ്ടുപോവാ. അതിന് ക്യാമറ എടുത്ത് തന്നെ ലിയമോൾ എങ്ങനെയൊക്കെ വിഷലുണ്ടോന്ന് അറിയില്ല. ജലദോഷം പിടിച്ചോണ്ട് സൗണ്ടൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഒക്കെ അടിക്കണുണ്ടോ കേട്ടോ, കൊറേ കുപ്പിമാട്ടും വെക്കാറുണ്ടോ? എന്തൊക്കെ സാധനങ്ങൾ എത്രയായിട്ട് കാട്ടണേ? ചട്ടി പാത്രം വറക്കാറുണ്ടോ? ക്യാമറ വരുന്നുണ്ട്. പഴയ സാധനങ്ങൾ വറക്കാറുണ്ടോ? വണ്ടി കൊണ്ടേക്കണോ? അപ്പൊ ഇനി കുറച്ചും പാടൊക്കെ പാക്ക് ആക്കട്ടെ, എന്നിട്ട് വരാം. വണ്ടിയിൽ ഫുള്ള് സാധനം കയറ്റി സെറ്റാക്കില്ലേ? അപ്പോൾ കർട്ടനെ കിട്ടും, ചാടണ്ടല്ലോ, ഞങ്ങൾക്ക് ഇറക്കാൻ പോവാം. അങ്ങനെ ഗൈസ്, ഞങ്ങള് സ്ഥലത്തെത്തി. ഇനി അങ്ങോട്ട് കൊണ്ടുപോകണം. ഇതിൽ കൂടെ പോവാ. ഞങ്ങൾ തന്നെ ഉള്ളൂ, അങ്ങനെ രണ്ടാളും. അപ്പോൾ സാധനം കൊണ്ടുപോലോ, വീഡിയോ എടുക്കാലോ, ഒക്കെ പാടെ നടക്കൂല അല്ലേ? എന്നാലും നമുക്ക് ഓരോന്ന് കൊണ്ടുപോകല്ലേ? കാലിയാക്കാം അല്ലേ? ഫുള്ള് കാലിയാക്കാം വേണ്ടിയിട്ട്. റെഡി? കഴിഞ്ഞോ? ഒന്നാം റൗണ്ട് കഴിഞ്ഞാ ഒരടേണ്ടതിന് കഴിഞ്ഞാ. ഇനി 2ാം റൗണ്ട് പോവല്ലേ? 2ാം റൗണ്ട് അടുത്ത്. അപ്പൊ നമ്മളെല്ലാം കൊണ്ടുവച്ചൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പൊ എല്ലാം നമ്മള് കാണിച്ചു കൊടുക്കുന്നില്ല, ലാസ്റ്റ് കാണിച്ചു തരാം. കൊണ്ടേക്കണല്ലേ? ഞാൻ കൊണ്ടേക്കട്ടെ. ജലദോഷം പിടിച്ചിട്ട് മറിച്ച് അപ്പൊ ഞങ്ങള് അടുത്ത റൗണ്ടില് കഴിയുമ്പോഴൊന്നും ആയിട്ടില്ല. സൗണ്ട് ഉണ്ടാക്കിയ പോവാ. ഓക്കെ, സെറ്റ്. അപ്പൊ ആള് മാറി ഗൈസ്.
നമ്മളെ സുന്ദരിക്കുട്ടി ഐ ശക്തി വേറെ കാണാനൊക്കെ വേണ്ടി തോന്നി പിടിച്ചിട്ട് കഴിക്കോ ഒറ്റക്കില്ലേ നല്ല ശക്തിയല്ലേ നല്ല മസ്തിലല്ലേ ഓട്ടെ ഞാൻ അടുത്ത റൗണ്ട് അല്ലേ മേ പോയി കൊണ്ടിട്ടോ കൊട്ടിയൊക്കെ ആയിട്ട് ജലദോഷമൊക്കെ പിടിച്ച് അപ്പോൾ ഒരു ഉറക്കൊക്കെ ഉറങ്ങി സാധനം കൊണ്ടുവച്ച് ക്ഷീണിച്ച് ആൾക്കാർ കൂടി കഴിഞ്ഞ അടുത്ത ലോഡ് കൊണ്ടുപോകാൻ പോകണം അപ്പം ഇങ്ങനെ കൊണ്ടാക്കട്ടെ എന്നിട്ട് വരാം എന്താ പറയുള്ളത് എവിടേക്ക് പോവാണ് എന്നാ പോവാ എന്നിട്ടാ നടക്കല് ക്യാമറമാൻ ഫോട്ടോ ക്യാമറമാനെ ഞങ്ങൾ ചോദിച്ചിട്ടായി മതി മതി ഞാൻ അടുത്തലോടെ എത്തില്ലേ ഒരുപാട് എത്തി അവിടെ പോണു ഒരാൾ പോണു അല്ലോ പിന്നെയും ഇനി ഇവിടെ എടുത്തേക്ക സാധനം കൊണ്ടുവരാൻ പോവല്ല ഇനി ഇവിടുത്തതൊക്കെ റെഡി ആക്കാം വല്യ പറയോ ഇവിടെ പള്ളിയൊക്കെ സ്ഥലം ആ എന്നാ ഇനി ഇതൊക്കെ എടുത്തേക്ക കുറച്ച് അടുക്കിട്ട് വരാം അല്ലേ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ ഇനി കൊണ്ടുവരാണ്ട് ഇനി ലോറി വേണ്ടി വരും എന്ത് സ്വാഗതം പുതിയ വീട്ടിലേക്ക് സ്വാഗതം അയിമത്തിന് ഫോൺ പിടിച്ചേ അങ്ങനല്ല പറയണ്ടേ ഇങ്ങനെ പറയണ്ടേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ആ പേര് നമുക്ക് പിന്നെ കാണിച്ചു നോക്കാം അല്ലേ ഇവിടെ കാണിച്ചിട്ട് ആ അവിടെ കാണിച്ചു നീ ഇവിടെ കാണിച്ചു അല്ല അത് നമുക്ക് പേരല്ലേ അത് പേര് പിന്നെ കാണിച്ചു നമ്മള് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് സാധനങ്ങൾ കാണിച്ചു ഇനി ഇവിടെ ഇല്ലേ ഞാൻ എടുത്തേക്കല്ലോ അങ്ങനെ ഒരുവിധം സാധനമൊക്കെ നമ്മള് അടുക്കി വെച്ച് എടുത്ത് വെച്ചു ഒക്കെ സെറ്റാക്കണ്ട് എന്നാലും ഓരോരോ ഭാഗത്തൊക്കെ വെച്ചു അല്ലേ കുറച്ചും പാടുണ്ട് അപ്പോൾ ഇന്നത്തെ പഴയത് അപ്പോൾ ഇന്നത്തെ കഷ്ടം നിർത്താണ് പറ്റ ഇന്നത്തെ കൊടുത്താൽ വിടുന്നത് അപ്പോൾ കുറച്ചും പാടെ കൊണ്ടുവരാണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചെയ്യാം അത് ചിലപ്പോൾ രാത്രി ഓക്കെ അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് സാധനം കൊണ്ടുവരാൻ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇന്ന് ആള് കൂടി ഇനി വലിയ വലിയ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കുറച്ചുണ്ട് എല്ലാവരും കൊണ്ടുപോകുന്നു അപ്പം ഇനി അടുത്ത് വരുമ്പം കാണാം അങ്ങനെ മൂന്നാമത്തെ ദിവസം തളർന്നു തരിപ്പണമായി അപ്പോൾ ഇന്നലെ രാത്രി ഇപ്പച്ചിൻ്റെ ചെപ്പല എൻ്റെ ചിലപ്പോൾ അവിടെ ഉണ്ടാവും ഇന്നലെ രാത്രി സാധനങ്ങളൊക്കെ കൊടുന്നു കട്ടിലും ആൾമറയും പിടിച്ചു അതാ രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ തന്നെ വക്കാലം എന്നെ കളിയാക്കണേ അലങ്കോലായി കിടക്കാണ് അപ്പോൾ ഏകദേശമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിള്ളേർ ഒരു മയിലിനെ കണ്ടു. അവിടെ മയിലിനെ കണ്ടു പറഞ്ഞാണ്ട് വിളിച്ചെടുത്താണ്. ഇവിടെ മയിലുണ്ടായിരുന്നു. എന്നാൽ മറക്കി ഇവിടെ നോക്കട്ടെ. ഒച്ച ഉണ്ടാക്കിയ മയിൽ പോവും. ഇവിടെ മയിലുണ്ടായി. അവിടെ പോയി എവിടെയൊക്കെ പോയി അതാക്കണം മയിൽ. ഇപ്പോൾ പോരും, ഇപ്പോൾ പോവും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. അതാ പോണ അതാ പോയി അതിൽ പോയി ഗൈസ്. എക്കൂടെ പോയി കുട്ടികളെ, അതിൽ പോയി.
ഇടയ്ക്ക് ആക്കണ ഇറുക്കഞ്ചര അതാണ് മയിൽ. പീലില്ലാത്ത അതാ പറയാണ്ടോ, പീലിയുണ്ട്, പിരിയുണ്ട്. അപ്പം അതിലപ്പോയി ഇവിടെ മയിലുണ്ട്, കുറുക്കനുണ്ട്, എല്ലാ സാധനം ഉണ്ട് ഇവിടെ അല്ലേ. അപ്പം ഇനി ഏകദേശം അടുത്തൊക്കെ ഉണ്ടാവും, അടുത്തൊക്കെ വെച്ചിട്ട് ഒക്കെ. എങ്ങനെ എങ്ങനെ പറി ആ പോയി ടാറ്റാന്നോ അത്തറിന്. നേരം വെളുത്തപ്പോൾ സുബൈക്ക് ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറായിരുന്നു. വണ്ടിയിൽ അതാക്കണ എല്ലാവരും ഇരിക്കണേ. അപ്പോൾ ഉറക്കത്തിന് വിളിച്ചു കൊണ്ട് നിന്നാലും സന്തോഷത്തിലാ. അപ്പോൾ ഇതാക്കും കാരണമല്ലേ കുട്ടിയും ഞാനും ഇങ്ങനെ ഇറ്റത്തങ്ങനെ പോവാ. ചെറുത് അവിടെ നിന്ന് കരയണു. അപ്പം കുഞ്ഞാപ്പി ഇവിടെയും ഉണ്ട്. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഇങ്ങനെ എത്തിട്ടോ. ആരുമില്ല, ഞാൻ ജ്യേഷ്ഠനും വാപ്പിയും അതുപോലെ പിന്നെ ജ്യേഷ്ഠൻ്റെ പെണ്ണുങ്ങളും കുട്ടികളും ഞങ്ങൾ പെണ്ണും കുട്ടികളും കുഞ്ഞാപ്പി മാത്രമേ ഉള്ളൂ. അപ്പോൾ സുബൈസ്കാരെ ഞങ്ങൾ ഇവിടെ നിന്നാക്കി, വീട്ടിൽ നിന്നാക്കി ഞങ്ങൾ ജമാഅത്തായിട്ട് സുബൈസ്കരിച്ചു. അപ്പനെ ഇതായിരുന്നു, അതന്നെയായിരുന്നു ഞങ്ങളൊരു കുടിയിരിക്കൽ. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മറ്റേ വീട്ടിലേക്ക് മാറിയപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്നു എന്നുള്ളൂ. അങ്ങനെ രാവിലത്തെ പ്രാർത്ഥനകളൊക്കെ ഇരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും ഇരുന്നു. പിന്നെ അടുപ്പത്ത് പാല് തിളക്കില്ല കേട്ടോ, ഇത് ചായ തിളപ്പിച്ച വെള്ളം വെച്ചേനി. പിന്നെ പുട്ട് തള്ളിന് കമ്മില്ലല്ലോ. പിന്നെ പൊറാട്ട കുറച്ച് വാങ്ങി കോയ കൊണ്ട് നല്ല കുറുമ ഉണ്ടാക്കി. അപ്പം പൊത്തിന് ഒരാള് കഴിക്കലൊക്കെ ചേർന്നു, കഴിക്കുമ്പോൾ തുടങ്ങി. ഞാൻ അതേമാതിരി കഴിക്കാനിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ കഴിച്ച് ഞാൻ പണിക്ക് പോയി. ഞാനപ്പോൾ രാവിലെ തന്നെ ഒരു പൊറാട്ടന്നെ ആക്കാന്ന് കരുതി. ഇനിയിപ്പോൾ പുട്ട് തള്ളുണ്ടാക്കിയാണ്ട് പൊറാട്ട ആക്കി. പൊറാട്ട കോഴിക്കുറുമി വായിച്ചിട്ടാണോ എന്താ അറിയില്ല, എന്നാലും രാവിലെ തന്നെ പൊറാട്ട എന്നിട്ടാണോ അതും അറിയില്ല. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവളോടൊക്കെ കുറെ പറഞ്ഞു കണ്ട് നേരെ നമ്മളെ കിറ്റ് തോളിലിട്ടു. എന്താണെന്നല്ലേ പണിക്ക് പോവാ അങ്ങേമാരെ. അന്ന് നേരെ പണിക്ക് പോയി. അപ്പൊ ഞാൻ അടുത്തുള്ളത് കാണാം. ബൈ.